ആ ഞാനിതാ സെയിൽസ് എക്സിക്യൂട്ടീവായി ഇന്ന് തുടങ്ങാണ്. നോക്ക് ദേവി. യെസ് അങ്കിൾ. അങ്ങനെ എത്രയോ പേര് ജീവിക്കുന്നില്ലേ? ശരി അങ്കിള്. ഹലോ മഞ്ജു. ഹായ്. പിന്നെ എന്തൊക്കെയുണ്ടടി? അല്ല ദേവി, നീ ഒരു ഏജന്റായി ജോലിക്ക് പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ. നോക്ക്, വെയിലുണ്ട് കരിഞ്ഞു പോവേ. ഓ അതൊന്നും സാരല്ല. നീ എന്തിനാ ഇവിടെ വന്നേ? നീ അല്ലേ നേരത്തെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞേ ആ പാരഡി ഷോയിൽ പങ്കെടുത്ത ടിന്റുമോൻ ഇവിടെ ഉണ്ടെന്ന്. ആളൊന്ന് കാണാൻ വന്നതാ. പാവം, ഇവിടെ ഒരു ഏജന്റായി ചേർന്നിട്ടുണ്ട്. അതാ ആള് വരുന്നു. ലുക്ക്, ഹി ഈസ് കമ്മിങ്. എവിടെ? ഈ ബാമുണ്ടല്ലോ, ടിന്റുമോന്റെ ഗ്രേറ്റ് ഫാനാ. ആള് ടിവിയിൽ കാണുന്ന പോലെ ഒന്നല്ല, നല്ല ഫിഗറാ. ടി വി ഷോയിലൊക്കെ പങ്കെടുത്ത ടിന്റുമോനല്ലേ? ഹായ്. അതെ. എന്നാലും ഫ്ലാറ്റും കാറും ടിന്റുമോൻ എന്നെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എല്ലാം കൊണ്ടുപോയത് ആ തടിച്ച് ടുണ്ടുമോളല്ലേ. എല്ലാത്തിനൊരു യോഗം വേണ്ടേ? ആ ടിന്റുമോനെ, നിങ്ങൾക്ക് ജില്ലയിലെ ഏതൊക്കെ വാർഡുകളാ വർക്ക് ചെയ്യാൻ കിട്ടിയത്? എല്ലാവർക്കും 2 വാർഡ് കിട്ടിയപ്പോ എനിക്ക് 4 വാർഡ് കിട്ടി. ഞാനൊരു കലക്കും. ഈശ്വര, 21, 22, 23, 24 കിട്ടിയത്? ആ വാർഡ് തന്നെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെല്ലാം വളരെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന കോളനിയാണ്. അത് ആർക്കും വേണ്ടാത്ത വാർഡുകളാണ്. അതുകൊണ്ടാണ് 2 വാർഡിന് പകരം 4 തന്നത്. നോ, ഒരു കാര്യത്തെയും നാം മുൻധാരണയോടെ സമീപിക്കരുത്. ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവരല്ല, മറിച്ച് ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് എന്നും വിജയിയായിട്ടുള്ളത്. ഞാൻ ആ കോളനിക്കാരെ പറഞ്ഞ് എല്ലാ സാധനങ്ങളും വിൽപ്പിക്കും. ഈ വർഷം ഏറ്റവും കൂടുതൽ സാധനം വിൽക്കുന്നവരെ ഡിസ്ട്രിക്ട് മാനേജർ ആക്കാന്ന് ബോസ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം ഞാൻ ഡിസ്ട്രിക്ട് മാനേജർ ആകും. പക്ഷെ ഇങ്ങനൊരു ഏരിയയിൽ പോയി ഇത്രയും എക്സ്പെൻസീവ് ആയ സാധനങ്ങൾ എങ്ങനെ വിൽക്കും? ഇതെല്ലാം പണക്കാര് മാത്രം ഉദ്ദേശിച്ച് വിപണിയിൽ ഇറക്കിയതാണ്. ടിന്റുമോനൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് ഇമ്പോസിബിൾ ഇറ്റ്സെൽഫ് മീൻസ് ഐ ആം പോസിബിൾ. ഓക്കേ, ശരി, ഓൾ ദി ബെസ്റ്റ്. ഇയാൾക്ക് ഇത്രയും ബുദ്ധിയില്ലേ? ദേവി, നീ നോക്കിക്കോ, ആള് നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ടിന്റുമോൻ ഒരു കലക്കും. ഓ പിന്നെ അപാര കോൺഫിഡൻസ്. യെസ്, യു ആർ റൈറ്റ്. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ആരാടാ? എന്താ വേണ്ടേ? സർ, ഞാൻ പാർക്കർ ആൻഡ് പോക്കർ കമ്പനിയുടെ ഒരു ഏജന്റാണ്. മൊട്ടുസൂചി തൊട്ട് ഓടിക്കാർ വരെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓടിക്കാറോ? സാറിന് പറ്റുന്ന ഏത് ഐറ്റംസ് ആയാലും ഞങ്ങളിലുണ്ട്. ഇപ്പൊ തന്നെ മൊബൈല് വെറും 40 ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോൺ ഞങ്ങളിലുണ്ട്. ഒന്ന് നോക്കിയാലോ? മിനിങ്ങം കാശില്ലാത്തപ്പോഴാണ് തന്റെ ഒരു സ്മാർട്ട് ഫോൺ. അല്ലെങ്കിൽ വേറെ പൗഡർ, ചേപ്പ്, കണ്ണാടി. ഇനി മേലാൽ ഇങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. കോപ്പിലെ ഫോണ്. മനുഷ്യന്മാരാണ്. ഹലോ മേഡം. എന്താ സാറേ വേണ്ടത്? ഞാൻ പാർക്കർ ആൻഡ് പോക്കർ കമ്പനിയുടെ ഏജന്റാണ്. എന്റെ അമ്മ ഈ സോപ്പ് കൊണ്ടൊക്കെയാണോ അലക്കുന്നത്? ഞാൻ നല്ല അടിപൊളി സോപ്പ് അമ്മയ്ക്ക് തരാം. വെറും 850 രൂപയുള്ളൂ ഒരു കുഞ്ഞു കട്ടയ്ക്ക്. ഈ കുഞ്ഞു കുട്ടിക്കൊക്കെ പറ്റുന്ന കുഞ്ഞുടുപ്പുണ്ട് ഞങ്ങളുടെ. വെറും 750 രൂപയുള്ളൂ. ഇത്രയും വിലയോ? അമ്മേ, പഠിക്കുന്ന കുട്ടികളാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഡിക്ഷണറി വെറും 2500 രൂപ. ഇപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ പാക്കേജ് പ്രകാരം വെറും 2100 രൂപയ്ക്ക് കിട്ടും. വേണ്ട. എടാ, നീ ആ പണിക്ക് പോയതിനു ശേഷം ആകെ കറുക്കുകയും ചെയ്തു, മെലിയുകയും ചെയ്തു. കഷ്ടം. എന്റെ അമ്മേ, ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. ഏത് ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അല്പമൊക്കെ കഷ്ടപ്പെട്ടാലേ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റൂ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ ജോലിക്ക് പോണ്ടാന്ന്. നീ വാശി പിടിച്ചു പോയതല്ലേ. നിങ്ങളെപ്പോലെ കേരളത്തിൽ കുറെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്, +2 വരെയോ ഡിഗ്രി വരെയോ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കലക്ടർ ഉദ്യോഗത്തിനെ പോകുന്നു. വാശിയാണ് പലർക്കും. എന്നിട്ടെന്താ, ലക്ഷക്കണക്കിന് ബീഹാറികൾക്ക്, ബംഗാളികൾക്ക്, ഒറീസക്കാർക്ക് ഇവിടെ ജോലിയുണ്ട്. ദുരഭിമാനം കൊണ്ടുനടക്കുന്ന മലയാളികളായ യുവതികൾക്ക്, യുവാക്കൾക്ക് ഇവിടെ ഒരു ജോലിയുണ്ട്. പിന്നെ അവരിൽ ഒരാളാവൻ എനിക്ക് വയ്യ. ദേ, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അടുത്ത ഏപ്രിൽ 8-നകം നീ ഒരു കോടീശ്വരി പെണ്ണിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. പറഞ്ഞേക്ക. നോക്ക്, ഗോവിന്ദ പണിക്കരാ നിന്റെ ജാതകം നോക്കിയത്. അത് നോക്കിയിട്ട് അങ്ങേരെന്താ പറഞ്ഞെന്നറിയോ? നീ ഒരു കോടീശ്വരനാകുന്നു, ഒരു കോടീശ്വരിയെ കല്യാണം കഴിക്കുന്നു.
അമ്മേ അതാരാ വരുന്നത്? ഏതടാ ഇവന്മാര്? കണ്ടിട്ടൊരു ഗുണ്ട ലുക്കുണ്ടല്ലോ. ഇവരാരാ? ആ ഹലോ, നിങ്ങളാണോ ടിൻഡുമോൻ? അതെ. ഞങ്ങൾ ഭാസ്കർ റെഡ്ഡി ബായിയുടെ ആളുകളാണ്. നിങ്ങൾ ഭാസ്കർ റെഡ്ഡി ബായിയെ കേട്ടിട്ടില്ലേ? പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വാറ്റുചാരായും കൂലിത്തല്ലുമായി നടന്ന ഭാസ്കരനല്ലേ? പിന്നെ എങ്ങനെയൊക്കെയോ കുറെ കാശുണ്ടാക്കി സ്വയം പേരും മാറ്റി ഭാസ്കർ റെഡ്ഡി ബായി ആയി. സംഗീതം